2024 സ്കീം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ്. സോ അതിന് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതുക. ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്കത് എഴുതാനുള്ള നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്ന് പ്രോപ്പർലി പോയിന്റ്സ് കിട്ടാതെ വരും. സോ ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാം? ഓരോ ക്വസ്റ്റ്യൻസും എത്ര മാർക്സ്, എത്ര മിനിറ്റ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? 3 മാർക്സ് ക്വസ്റ്റ്യൻസ് എത്ര മിനിറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യണം? എസ് എ ക്വസ്റ്റ്യൻസിൽ എത്ര മിനിറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കീം ആയപ്പോൾ ഔട്ട് ഓഫ് 60 മാർക്സ് 2.5 hours ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഇവിടെ ചെയ്യേണ്ടത് 60 മാർക്സ് എന്ന് പറയുമ്പോൾ 15 മാർക്സ് വീതം 15 മാർക്സ് വീതം 4 മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മൊഡ്യൂൾസ് കവർ ചെയ്യണം. ഓരോ മൊഡ്യൂൾസിനകത്തും കുറച്ച് ടോപ്പിക്സ് റാൻഡമായിട്ട് ചൂസ് ചെയ്ത് അങ്ങനെ പഠിക്കരുത്. ഏതെങ്കിലും ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ട് റിമൈനിങ് 3 മൊഡ്യൂൾസ് സീക്വൻസ് വേണമെന്നില്ല. 1, 2, 3 ആ സീക്വൻസ് കീപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന ഏതെങ്കിലും 3 മൊഡ്യൂൾസ് മസ്റ്റായിട്ട് പഠിക്കണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വന്നേക്കുന്നത് പാർട്ട് എക്കകത്ത് 8 ക്വസ്റ്റ്യൻസ് വരും. ഓരോ ക്വസ്റ്റ്യൻസും 3 മാർക്സ് വീതമാണ്. അതിൽ തന്നെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1, നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 2, നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 3, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് 7 and 8 മൊഡ്യൂൾ 4. സോ നിങ്ങൾക്ക് ഏതെങ്കിലും 3 മൊഡ്യൂൾസ് അറിയാമെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് മൊഡ്യൂൾ 1, 2, 3 നന്നായിട്ട് അറിയാം, മൊഡ്യൂൾ 4 നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ വറി ചെയ്യേണ്ട. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ നോക്കുക. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 100% എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഉടൻ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ പാർട്ട് ബിയിൽ പോകുമ്പോൾ അവിടെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. 4 എസ് എ ക്വസ്റ്റ്യൻസ്. ഓരോ എസ് എ ക്വസ്റ്റ്യൻസും 9 മാർക്സ് ആണ്. ഒരു എസ് എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി 9 മാർക്സ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് 6+3 മാർക്സിൻ്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ പ്ലസ് 3 മാർക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാം. ഷോർട്ട് ക്വസ്റ്റ്യൻ ഓർ 5+4 2 ഷോർട്ട് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 5 മാർക്സ്, അനദർ ക്വസ്റ്റ്യൻ 4 മാർക്സ്. ഇങ്ങനെ 3 രീതിയിലായിരിക്കാം എക്സാമിന് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വരുന്നത്. സോ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 3 മൊഡ്യൂൾസ്, ആ 3 മൊഡ്യൂൾസിലെ ക്വസ്റ്റ്യൻസ് ഇതും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഈ എസ് എ ക്വസ്റ്റ്യൻസും ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓർ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും പാർട്ട് ബിയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർ സെക്കൻഡ് ക്വസ്റ്റ്യൻ 9 or 10, 11 or 12 അങ്ങനെ ആയിരിക്കുമല്ലോ. സോ ഈ ഓർ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യനും എഴുതി വെക്കരുത്. ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതാൻ എടുക്കുന്ന ടൈം 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. സോ നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻ കൂടെ എഴുതി കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് എടുക്കുമെന്ന് ചിന്തിച്ച് എഴുതരുത്. അവസാനം എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം സമയമുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള അറ്റംപ്റ്റിലേക്ക് പോവുക. ഒരു കാരണവശാലും ഓർ ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് തുടക്കത്തിൽ എഴുതി പോകരുത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസും എഴുതാൻ എടുക്കുന്ന ടൈം, പാർട്ട് എയിൽ ഓരോ ക്വസ്റ്റ്യൻസും എഴുതാൻ മാക്സിമം 5 മിനിറ്റ്സ്. 5 മിനിറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കൂടാതെ എഴുതുന്ന ടൈമിൽ മാക്സിമം പോയിന്റ്സ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. 3 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ. സോ 3 മാർക്സിന് 3 പോയിന്റ്സ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ 4 പോയിന്റ്സ് എങ്കിലും എഴുതാൻ ശ്രമിക്കുക. കാരണം 4 പോയിന്റ്സ് എഴുതുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്സ് തെറ്റിയാലും അഡീഷണൽ ഒരു പോയിന്റ് കിടപ്പുണ്ട്. സോ 3 പോയിന്റ്സ് എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാകും. 3 മാർക്സ് ക്വസ്റ്റ്യൻസ് 3 പോയിന്റ്സ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ 4 പോയിന്റ്സ് എഴുതി ശീലിക്കുക. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതുക. പാരഗ്രാഫായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. പേപ്പർ നോക്കുന്ന ആൾ ഒരിക്കലും കംപ്ലീറ്റ് എസ് എ ഒന്നും വായിച്ച് നോക്കില്ല, അല്ലെങ്കിൽ പാരഗ്രാഫ് കംപ്ലീറ്റ് വായിച്ച് നോക്കില്ല. പോയിന്റ്സ് ആയിരിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. സോ അവരുടെ കണ്ണിലേക്ക് പോയിന്റ്സ് എത്തുന്ന വിധത്തിൽ. ഓക്കെ, ഡയഗ്രാം ഉണ്ടെങ്കിൽ ഡയഗ്രാം മസ്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, അതുപോലെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണെങ്കിൽ ടേബിളായിട്ട് അഡ്വാൻറ്റേജസ് പോയിന്റ്സ് ആക്കുക, ഡിസഡ്വാൻറ്റേജസ് പോയിന്റ്സ് ആക്കുക. ഇങ്ങനെ ഒരു പേജിനകത്ത് മാക്സിമം ഒരു പേജിനകത്ത് നിൽക്കുന്ന രീതിയിൽ മാത്രം പാർട്ട് എയിലെ ഓരോ ക്വസ്റ്റ്യൻസും എഴുതുക. പാർട്ട് ബിയിലേക്ക് കിടക്കുമ്പോൾ അവിടെ 9 മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ എഴുതാൻ മാക്സിമം 4 പേജസ്. എസ് എ ക്വസ്റ്റ്യൻ ആകുമ്പോൾ മോസ്റ്റ്ലി ഡയഗ്രാംസ് ഉണ്ടാകും ഓർ പ്രോബ്ലംസ് ഉണ്ടാകും. സോ എഴുതി വരുമ്പോൾ ഏകദേശം ഒരു 3 to 4 പേജസ് വേണ്ടി വരും. ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതാൻ മാക്സിമം 20 മിനിറ്റ്സ്. 15 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 20 മിനിറ്റ്സിനകത്ത് എഴുതി തീർക്കാൻ സാധിക്കും. സോ മാക്സിമം 20 മിനിറ്റ്സ് കൊണ്ട് ഒരു എസ് എഴുതുക. ഓക്കെ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാമെങ്കിൽ 20 മിനിറ്റ്സ് വെച്ചിട്ട് 4 എസ് എഴുതുമ്പോൾ 80 മിനിറ്റ്സ് ആവും.
കൂടാതെ പാർട്ട് എക്കകത്ത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും 5 മിനിറ്റ്സ് വെച്ചിട്ട് 40 മിനിറ്റ്സ് ആകും. 80+40 120 മിനിറ്റ്സ്, അതായത് 2 മണിക്കൂർ മതി നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ. ഞാൻ ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് എക്സാം എഴുതുമ്പോൾ കുറച്ചു കാലം എക്സാം എഴുതാതിരുന്നിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന ടൈമിൽ കൈക്കൊരു പെയിൻ ഉണ്ടാകും, നിങ്ങൾക്കൊരു സ്ട്രെയിൻ ഉണ്ടാകും, എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടണമെന്നില്ല. അത് നിങ്ങൾക്ക് ആലോചിച്ച് എഴുതി വരുമ്പോൾ കുറച്ച് ടൈം പോകും. സോ നമ്മൾ ഈ ടൈം ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതാൻ ശ്രമിച്ചാൽ ഏകദേശം ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എഴുതി തീർക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഉടൻ തന്നെ ഹോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പെൻസിലോ പേനയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന 100% നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ആൻസർ എഴുതി തുടങ്ങുന്ന ടൈമിൽ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫസ്റ്റ് 3 to 4 പേജസിനകത്ത് തെറ്റ് വരാതെ സൂക്ഷിക്കുക. തെറ്റ് കൂടാതെ എഴുതാൻ നല്ല ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യമേ എഴുതി പോവുക. ഒരിക്കലും 1, 2, 3, 4 അങ്ങനെ ഓർഡർ കീപ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ എഴുതിയില്ല എന്ന് എത്തിയിട്ട് നിങ്ങൾക്ക് മാർക്സ് കുറയ്ക്കാനൊന്നും പോകുന്നില്ല. ഫസ്റ്റ് 2 പേജസ് കഴിയുമ്പോൾ 2 or 3 പേജസ് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാവും. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഏത് കോളേജിലെ കുട്ടിയാണെന്നോ ഒന്നും ആ പേപ്പർ നോക്കുന്ന ടീച്ചറിന് അറിയില്ലായിരിക്കും. പക്ഷെ പേപ്പർ ഒന്ന് മറിച്ച് നോക്കുന്ന ടൈമിൽ പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ആ ഒരു ടീച്ചറിന് ഉണ്ടാവുകയും പേപ്പർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. ആദ്യത്തെ പേജിൽ തന്നെ തെറ്റായിട്ടുള്ള ആൻസർ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വെട്ടി തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കും. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. സോ മാക്സിമം നന്നായിട്ട് എഴുതുക. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. 100% ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എഴുതി തുടങ്ങി അതിനുശേഷം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിലേക്ക് എഴുതി പോവുക. ഒന്നും അറിയില്ല എങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അത് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എഴുതുക. ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഏറ്റവും അവസാനം മാത്രം എഴുതുക. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.